ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ഫസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. ലണ്ടനിൽ നടന്ന ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്ത്യൻ ജനതയെ ഞെട്ടിച്ചിരിക്കുന്നതെന്ന് പറയാം. കാരണം ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് നേരെ ഉണ്ടായ ആ ഒരു അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ച ആ ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നത്. ഖാലിസ്ഥാൻ തീവ്രവാദികൾ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ ആക്രമിക്കുവാനായിട്ട് ശ്രമിച്ചു. അതായത് ലണ്ടനിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് ലണ്ടനിലെത്തിയതായിരുന്നു ജയശങ്കർ. അവിടെ വെച്ചാണ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുവാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചു. അതോടൊപ്പം അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് ഒരാൾ ഓടിക്കേറി ഇന്ത്യൻ ഫ്ലാഗ് വലിച്ചു കീറുകയും ചെയ്തു. അങ്ങനെ ദേശീയ പതാകയോടും അനാദരവ് കാണിച്ച് ഖാലിസ്ഥാൻ തീവ്രവാദികൾ ആകെ മൊത്തത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യ ഗവൺമെൻറ്റിനോടുള്ള ദേഷ്യമാണ് അവിടെ കാണിച്ചത്. ഖാലിസ്ഥാൻ തീവ്രവാദികളെ കുറിച്ച് നോക്കുമ്പോൾ കാനഡയിലാണ് ഇവർ ഏറ്റവും കൂടുതലുള്ളത്. അതായത് സിഖുകാരാണ് ഇവർ. സിഖുകാർക്കൊരു സ്വതന്ത്ര രാജ്യം വേണമെന്നൊരു ആവശ്യവുമായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഖാലിസ്ഥാൻ സംഘടന എന്നത്. അപ്പോൾ അവർ ഈ ആവശ്യം വർഷങ്ങളായിട്ട് ഉന്നയിക്കുകയും അതിനുവേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം കഴിഞ്ഞ വർഷം, അതായത് 2024 അവർ കാനഡയിൽ നിരവധി സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ അവരവിടെ നടത്തിയിരുന്നു. നിരവധി പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അതിനെതിരെ എല്ലാം ശക്തമായി പ്രതികരിച്ചതാണ്. അതോടൊപ്പം ഇന്ത്യ ഗവൺമെൻറ് മറ്റ് രാജ്യങ്ങളോട്, അതായത് ഖാലിസ്ഥാൻ ആളുകൾ കൂടുതലുള്ള രാജ്യങ്ങളോട്, അതായത് ഓസ്ട്രേലിയ ആയിട്ട്, ഇംഗ്ലണ്ട്, അതോടൊപ്പം കാനഡ എന്നീ രാജ്യങ്ങളിലെ ആളുകൾ ഗവൺമെൻറ്റിനോട് ഇവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് അവരെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നതും അവരിപ്പോൾ വിദേശകാര്യമന്ത്രിക്ക് നേരെ ആക്രമണം തൊടുത്തുവിട്ടതിനും എല്ലാം മെയിൻ കാരണമെന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണെന്ന് പറയാം. 2024 ഇവർ കാനഡയിൽ ഒട്ടേറെ അക്രമ സംഭവങ്ങളൊക്കെ ഇവർ നടത്തിയിരുന്നു. അല്ല, നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ലണ്ടനിൽ വെച്ചാണ് ഈ ഒരു സംഭവം അരങ്ങേറിയതും ഇന്ത്യൻ ഫ്ലാഗിനോട് അനാദരവ് കാണിച്ചതും വിദേശകാര്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചതുമൊക്കെ ഖാലിസ്ഥാൻ തീവ്രവാദികളാണ്. അപ്പോൾ ഒരു സ്വതന്ത്ര സിഖ് രാജ്യം വേണമെന്ന ആവശ്യവുമായിട്ട് ഇവർ വർഷങ്ങളായിട്ട് അതിന് പുറകെയാണ്. അതോടൊപ്പം ഇന്ത്യയിലെ മുംബൈ കേന്ദ്രീകരിച്ചുള്ള അധോലോക സംഘടനയുമായിട്ടുമൊക്കെ ഇവർക്ക് ബന്ധമുണ്ടെന്നല്ല കഴിഞ്ഞ വർഷം വിവിധ ന്യൂസ് റിപ്പോർട്ടുകളിലൊക്കെ വന്നിരുന്നു. ഏതായാലും അത്ര ശുഭകരമായ വാർത്തകളല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയാം. കാരണം ഖാലിസ്ഥാൻ തീവ്രവാദികൾ അവരുടെ ആ ഒരു ഇന്ത്യ ഗവൺമെൻറ്റിനോടുള്ള ദേഷ്യമാണ് അവിടെ തീർത്തതും. അല്ലെങ്കിൽ ആ ഫ്ലാഗിനോടൊക്കെ അനാദരവ് കാണിക്കുക എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ്റിനോടൊരു ദേഷ്യമായിട്ടാണ് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വിദേശകാര്യമന്ത്രി അപകടം കൂടാതെ രക്ഷപ്പെട്ടു എന്നാണ് അവിടുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത് ലണ്ടനിൽ വെച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.